എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബിൽ കുറേ നാൾക്ക് ശേഷം എല്ലാവരും ചോദിക്കുന്നതാണ് ലൈവ് വരുമോ എന്നൊക്കെ ചോദിച്ച് വരുന്നതിനുള്ള ഇത് നമുക്ക് RBI ഡേയുടെ അന്ന് തന്നെ ലൈവിലേക്ക് വരാമെന്ന് തീരുമാനിച്ചു. ഇന്ന് RBI ഡേ ആണ്. എൻ്റെ വോയിസ് കേൾക്കാമല്ലോ? സോ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ. വോയിസ് കേൾക്കുന്നില്ലേ? വോയിസ് കേൾക്കുന്നുണ്ടല്ലോ. വോയിസ് കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, വോയിസ് ക്ലിയർ ആണ് മെല്ലിൻ. ബാക്കിയുള്ളതും കുഴപ്പമൊന്നുമില്ല. സോ മാർക്കറ്റ് ഇന്നൊരു ഓപ്പൺ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ആണ്. ഇന്നലത്തെ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ലോവർ വോളിയം സ്ട്രക്ചറിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്ന് കാലത്ത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിൽ ഓപ്പൺ ഓപ്ഷൻ ആയിരിക്കും, മാർക്കറ്റ് വോളിയം സ്ട്രക്ചർ ഒന്നും കാണില്ല എന്ന് പറഞ്ഞായിരുന്നു. സോ നിങ്ങൾ കാണുന്നത് എൻ്റെ സോഫ്റ്റ്വെയർ ആണ്. സോ ഇതൊരു എന്തുവാണ്, ഒരു ഓർഡർ ഫ്ലോ ചാർട്ടാണ്. മാർക്കറ്റ് പ്രൊഫൈൽ അല്ല, ഓർഡർ ഫ്ലോ ചാർട്ടാണ്. സോ മാർക്കറ്റിൽ ഓളി ഒട്ടുമില്ല. ഇന്നലെ വൈകിട്ട് നോക്കിയപ്പോഴും കുറച്ച് ഓളി തുടർന്ന് നിന്നെങ്കിൽ കൂടെ ഇന്നും ഓളിയൊന്നുമില്ല. പ്യുവർലി ഒരു ഓപ്പൺ ഓപ്ഷൻ ആണ്. ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. POC ഇപ്പം ചുരുക്കി പറഞ്ഞാൽ റേഞ്ച് എസ്റ്റാബ്ലിഷ് ആയിട്ട് മാർക്കറ്റ് പോകുന്നുണ്ട്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. മിഡ് ക്യാപ്പിൽ നിഫ്റ്റി ആണെങ്കിൽ ഇന്നലത്തെ ഒരു റേഞ്ചിനെ ഈ ഒരു സെല്ലിംഗ് വന്ന ഏരിയ, കഴിഞ്ഞ ട്യൂസ്ഡേയിൽ വന്ന സെല്ലിംഗ് അല്ലേ, വെനസ്ഡേയിൽ വന്ന സെല്ലിങ്ങിന്റെ ഏരിയക്കകത്ത് കിടന്ന് കളിക്കുന്നു. ഇന്നലെ വന്ന ഒരു തിരിച്ചുള്ള റെഫറൻസ് ബി പ്രൊഫൈലിൽ ഈ ഒരു ഹൈ, സോ ഈ ഒരു പ്രൊഫൈലിനകത്താണ് മാർക്കറ്റ് കിടന്ന് കളിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ 26,225 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഫ്യൂച്ചർ ചാർട്ടാണ്, സ്പോട്ട് അല്ല, ഫ്യൂച്ചർ ചാർട്ടാണ്. അതേ സമയത്ത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ച്, ഇന്നലത്തെ അതേ റേഞ്ച് ആണ്. ഈ ഒരു പ്രൊഫൈൽ കണ്ടല്ലോ, ഇതിനകത്ത് കിടന്ന് കളിക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 59,860 മുകളിൽ ഫ്യൂച്ചർ സസ്റ്റെയിൻ ചെയ്യുന്നതിൽ മാത്രമേ ഒരു ബ്രേക്ക് ഔട്ടിന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇത് റേഞ്ച് തന്നെ കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാം ഡിപ്പെൻഡിങ് അപ്പോൺ RBIയുടെ മോണിറ്ററി പോളിസിയുടെ ഡിസിഷനാണ്. RBI പലിശ നിരക്ക് കുറയ്ക്കുമോ അതോ 0.25 സ്ഥാനത്ത് 0.25 കൂടുതൽ കുറയ്ക്കുമോ, ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും. അതുകൊണ്ട് 10 മണി വരെ ചുമ്മാ ഇരുന്നാൽ ഒരു കുഴപ്പമില്ല, മാർക്കറ്റ് ഇവിടെ തന്നെ കാണും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മര്യാദയ്ക്ക് ഇരിക്കുക, വെയിറ്റ് ചെയ്യുക, പോവുക. ദാറ്റ് ഡിസിഷൻ ഈസ് ആൾവേസ് ഗുഡ്. യൂഷ്വലി ഇന്നത്തെ ദിവസങ്ങളിൽ ഇതുപോലെ ഈവൻ്റ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ ചുമ്മാ ഇരിക്കാറുള്ളൂ. 10 മണി വരെ, ഈവൻ 11 മണി വരെ ചുമ്മാ ഇരിക്കാറുണ്ട്. എന്നിട്ട് മാർക്കറ്റിൽ വോളറ്റിലിറ്റി വന്ന് ഒരു റേഞ്ച് എസ്റ്റാബ്ലിഷ് കണ്ടതിന് ശേഷം അതിന്റെ മുകളിൽ ബ്രേക്ക്ഔട്ട്സോ അല്ലെങ്കിൽ ഒരു ഡിപ്പ് ബൈയിങ്ങോ അല്ലെങ്കിൽ ഹൈ സെല്ലിങ്, ആ മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പം ചുമ്മാ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ല അഭികാമ്യം എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ വാച്ച് ചെയ്യുക. ഇപ്പം വേറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമുക്ക് യൂട്യൂബ് ലൈവിൽ വരാം. നമ്മുടെ ആൾക്കാർക്ക് കയറാൻ പറടാ. ഡെയിലി വരണമെന്നുണ്ട്. പക്ഷേ കാരണം എന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ ലൈവ് മെന്ററിങ്ങിന്റെ ബാച്ച് ഉണ്ടല്ലോ, അത് നടക്കുന്നത് കൊണ്ട് അവരുടെ കൂടെ എപ്പോഴും എനിക്ക് നിന്നേ പറ്റൂ. കാരണം അവരൊന്ന് ഫീസ് തരുന്നുണ്ട്, രണ്ടാമത് എന്നെ വിശ്വസിച്ച് വരുന്നൊരു ടീം ആയതുകൊണ്ട് അവർക്ക് എൻ്റെ ഫുൾ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ ഒരു എന്തുവാണ്, നമ്മൾ എടുക്കുന്നതിൽ ഒരു കാര്യമില്ല. അപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്നതിൻ്റെ കൂടെ അവരെയും കൂടെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ആക്കിയാണ് പോകുന്നത്. സോ വോളിയം സ്ട്രക്ചറുകൾ ഒന്നും ഇല്ല കേട്ടോ മാർക്കറ്റിൽ. വോളിയം അങ്ങനെ മൂവ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നോക്കിയറിയാം, വളരെ പത്തറ്റിക് ആയിട്ടാണ് നിഫ്റ്റിയുടെ വോളിയം വരുന്നത്. സാധാരണ വരുന്ന വോളിയം വളരെ കുറവാണ്. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. സ്ട്രക്ചർ ഓപ്പൺ ഓപ്ഷൻ ആണ്. പ്രത്യേകിച്ച് വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ വീക്കിലി നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ വീക്കിലി പറഞ്ഞുതരാം. നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി സ്ട്രക്ചറിൽ
നിങ്ങൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു സ്മോൾ റേഞ്ച് ആണ്. കഴിഞ്ഞ 4 ദിവസം എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിൽ ഇത്രയും സ്മോൾ റേഞ്ച് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ നോക്കി അറിയാം, നിഫ്റ്റി സ്പോട്ട് ആണെങ്കിൽ 26,160 ആണ് ഹൈ, 25,850 ആണ് ഹൈ ലോ. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 120 280 പോയിന്റിനകത്താണ് നിഫ്റ്റി. 1% അകത്താണ് നിഫ്റ്റിയുടെ എന്താണ് ഈ വീക്ക്ലി സ്ട്രക്ചറും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയും വീക്ക്ലി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് 59,656, 58,920. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു 700 പോയിന്റ് 1.2% അകത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ വന്നേക്കുന്നത്. മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പും സ്ട്രക്ചർ വന്നേക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് മാത്രമേ ഉള്ളൂ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത് 14,100, 13, കുറച്ചുകൂടെ ഒരു ലാർജ് സ്ട്രക്ചറിലാണ് മിഡ് ക്യാപ്പ് വന്നേക്കുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഇതൊരു സ്മോൾ സ്ട്രക്ചർ. നമ്മൾ പറയുമ്പോൾ സ്മോൾ ഐ ബി എന്നൊക്കെ പറയും, വലിയ വൈഡ് ഐ ബി ഒന്നുമില്ല. അതായത് ഒരു ദിവസം നമ്മളെ വൈഡ് ഐ ബി നിഫ്റ്റിക്ക് 140 എടുക്കുകയാണെങ്കിൽ ഒരു വീക്കിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു 300 340 പോയിന്റ് അല്ലെങ്കിൽ 350 പോയിന്റിനൊക്കെ മുകളിൽ വരികയാണെങ്കിൽ വൈഡ് ഐ ബി വരാൻ പറ്റുള്ളൂ. ഇവിടെ നിഫ്റ്റിയെ സംബന്ധിച്ച് വൈഡ് ഐ ബിയുടെ സ്ട്രക്ചർ വീക്കിലി ബേസിസ് ഇല്ല. ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കി കൃത്യത അറിയാൻ പറ്റും. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സെല്ലിങ് വന്ന കഴിഞ്ഞ ഈ മൺഡേയിൽ വന്ന സെല്ലിങ്, ആ സെല്ലിങ് ഫിഗറിന്റെ അതൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു, ട്രെൻഡ് ഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റ് കിട്ടിയ ദിവസമായിരുന്നു. സോ ആ ഒരു പി ഒ സിയും ഈ ഒരു ബൈയിങ് ഏരിയ കണ്ടോ നിങ്ങൾ, അതായത് കഴിഞ്ഞ പുതിയ കോൺട്രാക്ട് വന്ന വെനസ്ഡേ 26 നവംബറിന്റെ ആ ഒരു ട്രെൻഡ് അപ്പായ പ്രൊഫൈലിന്റെ ലോവർ സ്ട്രക്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിമെമ്പർ പണ്ട് 24,400 ഭാഗത്ത് നമ്മുടെ മെയ് 12 വന്ന ഒരു സ്ട്രക്ചർ പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ ഒരു ഫോർമേഷൻ വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് 25,840 26,320 എന്ന് പറഞ്ഞ ലാർജർ 500 പോയിന്റ്സിന്റെ റേഞ്ച് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് മാർക്കറ്റ്. ഇതിനകത്ത് നിന്ന് കളിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഇല്ല എങ്കിൽ ആർ ബി ഐയുടെ ഭാഗത്ത് എന്തെങ്കിലും സർപ്രൈസിങ് ആക്റ്റീവ് എല്ലാം വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഈ ദിസ് റേഞ്ച് ഈ ഭാഗത്ത് എത്തുമ്പോൾ പുട്ട് വരിക, ഈ ഭാഗത്ത് എത്തുമ്പോൾ കോൾ എടുക്കുക, അങ്ങനെയുള്ള റിവേഴ്സൽ ആക്ഷൻ, ഇങ്ങനെയുള്ള ഒരു റൊട്ടേഷൻ ഓഫ് ട്രേഡ്സ് മാത്രമേ പോസിബിൾ ആയി കാണുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റി വേറൊരു ലോകത്താണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ കൃത്യം പറഞ്ഞാൽ അതേപോലെ 58,780 60,120 എന്ന് പറഞ്ഞാൽ 1,200 പോയിന്റിനകത്തുള്ള റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റി എസ്റ്റാബ്ലിഷ് ആകുന്നത്. സോ അതുകൊണ്ട് നമുക്ക് നോക്കാം ഇത് പൊട്ടുമോ. അറ്റ്ലീസ്റ്റ് ആദ്യം ഈ ഒരു പി ഒ സി എങ്കിലും, കാരണം ഈ ബുധനാഴ്ചത്തെ പി ഒ സി എങ്കിലും ഒന്ന് പൊട്ടണം. ന്യൂട്രൽ സ്ട്രീം ഡൗൺ അപ് ഡേ ആണ്. ഫെയിൽഡ് ഓപ്ഷൻ വന്നത് ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു FA വന്ന് ട്രെൻഡ് ചേഞ്ച് പറഞ്ഞ ദിവസമാണ്. ആ ദിവസത്തെ പി ഒ സി 59,060 ഭാഗം പൊട്ടുകയാണെങ്കിൽ നോക്കാം. സോഫാർ ഒന്നുമില്ല, നമ്മുടെ മാർക്കറ്റിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഇവിടെ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന പോലെ ഒന്നും സംഭവിക്കുന്നില്ല, ഇങ്ങനെ നിൽപ്പുണ്ട്. പ്രൈം ന്യൂ ആൾ ടൈം ഹൈ അടിക്കണമെന്ന് നിർബന്ധമുണ്ട്. ന്യൂ ആൾ ടൈം ഹൈ അടിക്കണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷെ മാർക്കറ്റിനെ എന്നെ സംബന്ധിച്ച് നിഫ്റ്റിയിലെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു 25,200 ഒരു ബ്രേക്ക് വന്ന സമയത്ത് 26,448 ടാർഗറ്റ്, അത് വന്നു. ഇതിപ്പം പോണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഒരു സെല്ലിംഗ് ഏരിയ ഇതൊരു ഒരു ഓപ്പൺ ഡ്രൈവ് ആയിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ഡ്രൈവ് ആയിട്ട് വന്ന ദിവസമായിരുന്നു. ഏത് ഈ കാണുന്ന മൺഡേ ഫസ്റ്റ്, അന്ന് താഴേക്ക് ഇറങ്ങി ഒരു ഓപ്പൺ ഡ്രൈവ് വന്നാണ്. ആ ഒരു സ്പൈക്കിന്റെ സോണിന്റെ താഴെ തന്നെ മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിനർത്ഥം പറഞ്ഞാൽ ദിസ് സെല്ലർ ഈസ് ഓൾ എന്താണ്, അയാളുടെ നമ്മൾ പറയില്ലേ അയാളുടെ കഷത്തിന്റെ ഇടയിൽ നമ്മൾ തല വെച്ചിരിക്കുന്ന പോലെ ഈ ഒരു സെല്ലറുടെ ഇടയിലാണ് നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 26,350 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ 27,000 വരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 26,740 ഭാഗത്ത് 27,000 വരെ പ്രതീക്ഷയുണ്ട് എനിക്ക്. പക്ഷെ അത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പോകുന്നത്. ഇന്നത്തെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നോർമൽ 0.25 ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റ് റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ചാൻസേ കാണുന്നുള്ളൂ. അതിനുള്ള വോളിയമേ മാർക്കറ്റിൽ ഇപ്പം ഇതുവരെ സോഫാർ വന്നിട്ടുള്ളൂ. ഒന്ന്. രണ്ടാമത് 0.25 കൂടുതലായിട്ട് RBI റേറ്റ് കട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടാതെ റിവേഴ്സ് റിപ്പോയ്ക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ്നെസ്, ബാങ്കിനെ സംബന്ധിച്ച് അതാണ് ലിക്വിഡിറ്റി കൊണ്ടുവരുന്നത്, അതിലെന്തെങ്കിലും പോസിറ്റീവ് തരാണെങ്കിൽ ഒരു ടെസ്റ്റ് ഓഫ് 26,182 വരാൻ പ്രതീക്ഷ. അതാണ് ഞാൻ ഇന്ന് സ്പോട്ടിനെ കുറിച്ച് പറഞ്ഞത്. ഇതിനെ നോക്കിയാൽ നമുക്കൊരു റിപ്പോർട്ട് ഇവിടെ കാണും. അതായത് നമ്മളെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഡെയിലി കാലത്ത് ഇവിടെ മോർണിംഗിൽ കാണും. അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം നമുക്ക് ഒരു റേഞ്ച് പറഞ്ഞേക്കുന്നത് സ്പോട്ടിന്റെ റേഞ്ച് 25,840 26,220 ആണ് റേഞ്ച് ഉള്ളത്. സോ
ആ ഒരു റേഞ്ച് കിട്ടും. ഈ റേഞ്ച് ഏതെങ്കിലും ഒന്ന് പൊട്ടുകയാണെങ്കിൽ ഒരു ബിഗ്ഗസ്റ്റ് മൂവ്മെന്റ് വരാം. ഇല്ല എങ്കിൽ ആ റേഞ്ചിനകത്ത് തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ കാണുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ബാങ്ക് നിഫ്റ്റിക്കും 59,820 58,820 എന്ന് പറഞ്ഞാൽ ഈ ഒരു 1000 പോയിന്റിനകത്ത് റേഞ്ചിനകത്ത് കിടന്ന് കളിക്കാനായിരിക്കും ബാങ്ക് നിഫ്റ്റിക്കും ചാൻസ്. മിഡ് ക്യാപ്പിന് 14,100 13,730 റേഞ്ചാണ് ഞാനിപ്പോൾ ഇന്നത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന റേഞ്ച്. ഇതായിരിക്കും ഇന്നത്തെ റഷ്യൻ ഡീൽസ്. ഞാൻ പറയാം, ഈ ഡീലുകളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ഡീൽസ് വരുന്നുണ്ട്. ഡീലൊന്നും മാർക്കറ്റിൽ പ്രാവർത്തികമാകുന്നില്ല. സോ അതുകൊണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് ഡീല് വരട്ടെ, വരുമ്പോൾ നോക്കാം. ഞാൻ എപ്പോഴും പറയും, ന്യൂസിനെ ചേസ് ചെയ്ത് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ പാടില്ല. ന്യൂസിനെ ചേസ് ചെയ്ത് മാർക്കറ്റ് കൊണ്ടുപോകും, പിന്നെ എടുത്തു നാളെ കാലത്ത് ആ ന്യൂസ് വന്നിട്ടില്ലെങ്കിൽ മോർണിംഗ് തന്നെ കട്ട് ചെയ്യണം. പ്രത്യേകിച്ച് വിക്സ് ഇപ്പൊ എത്ര നിങ്ങൾക്ക് അറിയാം, വിക്സ് 11 താഴെയാണ്. വിക്സ് ഇപ്പൊ എത്ര ഉണ്ട്? എടാ വിക്സ് ഇപ്പൊ എത്ര ഉണ്ട്? 10.17, അതായത് 11 താഴെയാണ് വിക്സ് നിൽക്കുന്നത്. ഈ വിക്സിന്റെ കണ്ടീഷനിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മൂവ്മെന്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ ചെറിയ സ്കാൽപ്പ് ചെയ്യുക, പോവുക. ഇപ്പൊ നമ്മുടെ പ്രോപ്പിന്റെ തന്നെ ട്രേഡ് സെറ്റപ്പ് നമ്മൾ കുറച്ചും കൂടെ മാറ്റി നമ്മളെ സ്കാൽപ്പിംഗ് മാത്രം, അത് ചെറിയ സ്കാൽപ്പ് ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു പുഷ് എടുത്ത് വെയിറ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റ് എടുക്കണം, ആ ഒരു ട്രേഡ് സെറ്റപ്പ് ഇപ്പൊ ആക്റ്റീവ് അല്ല മാർക്കറ്റിൽ. സോ നമ്മൾ ബുദ്ധി കാണിക്കണം കുറച്ചും കൂടെ. GDP ഫോർകാസ്റ്റ് ഹൈ ആണ് സഫറെ. അപ്പം GDP പ്രത്യേകിച്ച് ഇന്നലെ ഫിച്ചിന്റെ റേറ്റിംഗ് അവര് മോഡിഫൈ ചെയ്തു നമ്മളെ GDP. സോ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി എന്താണ് GDP എയിമിങ് ഹൈ എന്ന് പറയുമ്പം പൊതുവെ മാർക്കറ്റിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവായ ഒരു ന്യൂസ് ആണ്. സോ RBI ഇൻഫ്ലേഷൻ ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ് ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. അപ്പം വേണമെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, മൈനസിലിട്ട് പോയാൽ ഡിഫ്ലേഷൻ്റെ ആവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പൊ RBIയുടെ ഇൻഫ്ലേഷന്റെ പാരാമീറ്ററിനകത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ RBIയുടെ ഭാഗത്ത് നിന്ന് പ്രഷർ കാണും റേറ്റ് കട്ടാൻ. RBIയുടെ ഭാഗത്തു നിന്നല്ല, ഗവൺമെന്റ് സൈഡിൽ നിന്ന് RBIയുടെ ഭാഗത്തേക്ക് ഒരു പ്രഷർ പോയിട്ടുണ്ട്. സോ അതാണ് 0.25ന്റെ കട്ടിനെ കുറിച്ച് റൂമർ നേരത്തെ മാർക്കറ്റിൽ വന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ RBI ഗവർണറും ഈ വന്ന RBI ഗവർണറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കഴിഞ്ഞ RBI ഗവർണർ ഈവൻ ദോ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിരുന്നെങ്കിൽ കൂടി അദ്ദേഹം കുറച്ചും കൂടെ ഒരു എന്താണ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് മാർക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഗവർണർ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഗവർണറിന് വരുന്നതിന് മുമ്പേ മാർക്കറ്റിലെ ന്യൂസ് നേരത്തെ ലീക്ക് ആവുന്നുണ്ട്. അത് നിങ്ങൾ സെബിയുടെ ചെയർമാൻ നമ്മളെ ഈ ആ ലേഡി മാധുരി മാറിയതിനു ശേഷം ഇപ്പൊ വന്ന ചെയർമാനു ശേഷം നിങ്ങൾ നോക്ക്, മാർക്കറ്റിൽ കുറച്ചും കൂടെ ആക്ടിവിറ്റി മാറിയിട്ടുണ്ട്. അതായത് ന്യൂസ് ലീക്ക് ആവുന്നുണ്ട്. ഇൻസൈഡർ ന്യൂസ് ആണ്, ന്യൂസ് ലീക്ക് ആവുന്നുണ്ട്. Sri Mukesh, I can't able to speak in English as you are only the speaker, which the viewer here in English. That's why I couldn't able to speak in English. So better you can change the mode of that subtitle. You can change to CG. Put it in English so you can able to watch it in English also. വീക്കിലി വൺസ് വരാം വിവേക, ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വീക്കിലി വൺസ് വരുന്നുണ്ട്. ഐ എം പ്ലാനിങ്. സോ ഫാർ ഒന്നും സംഭവിക്കുന്നില്ല മാർക്കറ്റിൽ. മിഡ് ക്യാപ്പിൽ ഒരു മൈനസിലേക്ക് പോകുന്നു. ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് പ്ലസ് നിഫ്റ്റി ഫ്ലാറ്റ് ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു വന്നാടാ, ഈ ഒരു ഇന്നലെ വന്ന ഹൈ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. അതായത് ഈ ട്യൂസ്ഡേയിൽ വന്ന CD അതേ സെയിം സ്ഥലത്താണ് സിയും ഡിയും ഫെയിലിയർ ആണ്. എപ്പോഴും ഓർത്തുള്ള, ഇന്ന് ഡി ഫെയിലിയർ വരെയാണെങ്കിൽ മാർക്കറ്റിൽ ഗുഡ് മോർണിംഗ് ഡി ഫെയിലിയർ വരെയാണെങ്കിൽ മാർക്കറ്റിൽ എന്താണ് ഒരു റിവേഴ്സൽ സ്ട്രാറ്റജി വരും. ആരോ ഒരാൾ 40 രൂപ അയച്ചേക്കുന്നത്, ആരാണെന്തോ, എന്തിനാണെന്തോ. സോ ഈ ഒരു ഡി ഫെയിലിയർ കണ്ടോ, CD, ഈ ഒരു ഡി ഫെയിലിയർ എന്ന സമയത്ത് ഇന്നലെയും ഡി ഫെയിലിയർ വന്ന മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി. എപ്പോഴും ഓർത്തുള്ള, ഒരു ട്രേഡർ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫെയിലിയർ നോക്കുക. ഫെയിലിയർ ആണ് എപ്പോഴും എന്താണ് ഒരു മാർക്കറ്റിന് റിവേഴ്സൽ സ്ട്രാറ്റജി തരുന്നത്. വേറൊരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, ആ മാർക്കറ്റിൽ FIയുടെ ഷോർട്ട് പൊസിഷൻ ഓൾമോസ്റ്റ് 90% അടുപ്പിച്ചായി. വെനെവർ നിങ്ങൾ എപ്പോഴൊക്കെ റാലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, FIയുടെ ഷോർട്ട് പൊസിഷൻ വളരെ ലോവർ ലെവൽ, വളരെ ഭീമമായി, അതായത് അവർ ലോങ് പൊസിഷൻ വളരെ മൈന്യൂട്ടായിട്ട് നിന്നതിന് ശേഷം ഷോർട്ട് ഹെവി ആയിട്ട് ഇരിക്കുമ്പോഴാണ് റിവേഴ്സ് റാലി പറഞ്ഞത്. ഈ ഒക്ടോബറിൽ വന്ന 25,200 പൊട്ടി നമ്മൾ 26,400 ഈ റാലി വന്നില്ലേ, ഈ റാലിയിലും നിങ്ങൾ നോക്കിയാൽ FI വേർ ഡാം ഷോർട്ട് ആയിരുന്നു. അപ്പൊ അതേ ഒരു സിറ്റുവേഷനിലാണ് FI ഇപ്പൊ നിൽക്കുന്നത്. ഒരു അൺഎക്സ്പെക്ടഡ് ന്യൂസ് വേണമെങ്കിൽ മാർക്കറ്റിൽ ഹെവി ആയിട്ടുള്ള ഷോർട്ട് കവറിങ് തുടങ്ങാം.
അതുകൂടാതെ പ്രൊപ്പറേറ്ററി ഡെസ്കില് പ്രോസിന്റെ ഭാഗത്തു നിന്നുള്ള പൊസിഷൻ സൈസിങ് അവർ ബുള്ളിഷിലോട്ട് മാറിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് പ്രോസുകൾ എന്ന് വെച്ചാൽ ഒരു 10-12 പ്രോസുകളുണ്ട്. അപ്പൊ അതിൽ തന്നെ അവരൊക്കെ ഈ പൊസിഷൻ സൈസിങ് അവര് ഫേവർ ടു ദ ബുൾ എന്നാണ് പറയണത്. ഗുഡ് മോർണിംഗ് അബ്ദുള്ള, സുഖം തന്നെയാണല്ലോ? ഐ എം ഫൈൻ. ഹായ് നിബിൾ. വിവേക്, മാർക്കറ്റിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് നിഫ്റ്റി 26,740 വരണം. 27,000 നിഫ്റ്റി ടെസ്റ്റ് ചെയ്യണം അറ്റ്ലീസ്റ്റ്. അതായത് കഴിഞ്ഞ ദീപാവലിക്ക് ഞാൻ വിചാരിച്ച ടാർഗറ്റാണ് 27,000. അത് വരണം മാർക്കറ്റിൽ. പക്ഷെ ഇതുവരെയും വന്നിട്ടില്ല. മാർക്കറ്റിന്റെ കണ്ടീഷൻ അങ്ങനെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ നിങ്ങൾ പറയും പ്രോപ്പ് ഡെസ്കുകൾ വരുന്നില്ല, ഇപ്പൊ അവർ സ്റ്റോപ്പ് ചെയ്ത് പോയത്. പക്ഷെ എനിക്കറിയാവുന്ന ഞാനിപ്പോ 2 പ്രോപ്പിന് കൺസൾട്ടിങ് കൊടുക്കുന്നുണ്ട്. 2 പ്രോപ്സിന് ഇന്ത്യയിലേക്ക് അടുത്ത വർഷം ഈ മാർച്ചോടുകൂടി കുറെ പ്രോപ്സുകൾ ഇന്ത്യയിലേക്ക് എൻ്റർ ആകാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും കുറച്ച് നിങ്ങൾ ഓർത്തുകൊള്ളുക, പ്രോപ്സുകൾ എൻ്റർ ആകും തോറും മാർക്കറ്റിനെ സംബന്ധിച്ച് ഹയർ ഫ്രീക്വൻസി ട്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് മാർക്കറ്റ് മാറും. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് വലിയ ബിഗ് മൂവ്മെന്റ്സ് മാർക്കറ്റിന്റെ ഒരു മാസത്തിൽ 1-2 ഈ ബ്ലൂ മൂൺ ഒക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഈ നമ്മളെ പൂർണ്ണചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ 2 ദിവസമൊക്കെ കാണുള്ളൂ. അപ്പൊ അതേപോലെ ആ ദിവസങ്ങളിൽ മാത്രം മാക്സിമം ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് M6 ചെയ്യാറില്ല. ഞാൻ സുഖമായിട്ട് ഗോൾഡ്, സിൽവർ, നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലും ഞാൻ ഏത് വെച്ചാണ് അമേരിക്കൻ മാർക്കറ്റ് വെച്ച് ട്രേഡ് ചെയ്യാറുണ്ട്. സുഖമായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ചെയ്യുന്ന എല്ലാ ട്രേഡും 100% സക്സസ് ആയിട്ട് പോകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വൈകിട്ട് മാർക്കറ്റിൽ അമേരിക്കൻ മാർക്കറ്റ് പോയി ചെയ്യാം. പ്രത്യേകിച്ച് ഡോളർ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ USD INR ഓൾമോസ്റ്റ് 90 rupees ആയി. USD INR ഡീവാലുവേറ്റഡ് പോയത്, അതായത് നമ്മുടെ ഇന്ത്യൻ കറൻസി വീക്കായി പൊക്കോണ്ടിരിക്കുകയാണ്. RBIയുടെ ഒരു മാൻഡേറ്ററി കണക്കും പകരം 93 to 96 വരെ അവർ വിചാരിക്കുന്നു, ഇൻസൈഡറാണ് 96 വരെ പ്രതീക്ഷിക്കുന്നത്. ഈവൻ ഗോൾഡിന്റെ പ്രൈസ് 30% അടുത്ത വർഷം കൂടുമെന്നാണ് ഇപ്പം പറഞ്ഞേക്കുന്നത് ഒരു ഓവറോൾ വ്യൂവിൽ. ഇപ്പൊ ഗോൾഡിന്റെ പെർസെന്റേജ് 30% കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഇന്ത്യയിലെ നമ്മുടെ റുപ്പിയുടെ വാല്യൂ ഡിക്രീസ് ആവും. മീൻസ് റുപ്പി ഡീവാലുവേഷൻ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ യൂഷ്വലി അത് 100 ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് സുഖമായി കമ്മൗട്ട് ചെയ്യാം. ഇന്ത്യൻ മാർക്കറ്റ് ഷോ ഒന്നുമല്ല, 10 പോയിന്റ് 15 പോയിന്റ് ഒക്കെ സ്കാൽപ്പ് ചെയ്യാനുള്ള ട്രേഡ് സെറ്റപ്പുകൾ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഓർഡർ ഫ്ലോ ഒക്കെ അത് ജെയിംസ് ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പ് ഉണ്ട്, UFB ട്രേഡ് സെറ്റപ്പ് ഉണ്ട്. അപ്പൊ നല്ല ട്രേഡ് സെറ്റപ്പുകൾ മാർക്കറ്റിലുണ്ട്, ട്രേഡ് പറ്റിയ മാർക്കറ്റിൽ. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഇന്ന് കാലത്തെ വന്ന് എനിക്ക് 150 പോയിന്റ് വേണമെന്ന് ആ ഒരു ചിന്തയൊക്കെ വിട്ടേക്കുക. ബ്രൂസ്ലിക്ക് അടിക്കാൻ റെഡിയായിക്കുക. 10 പോയിന്റ് 15 പോയിന്റ് സ്കാൽപ്പ് ചെയ്ത് പോകാൻ നോക്കുക. റിസ്ക് വരുമ്പോൾ അതിനപ്പുറത്തെ എടുക്കണ്ട. ന്യൂസുകൾ എപ്പോഴും ഞാൻ ഒരു ചാനൽ വെക്കാറില്ല. ഞാൻ 2018 നിർത്തിയാണ് ചാനൽ കാണുന്നത്. ഒരു ന്യൂസ് ചാനൽ നോക്കണ്ട. 10 മണിക്ക് റിപ്പോ വരുമ്പോൾ മാർക്കറ്റ് അറിയാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ ഓളിയം നമ്മുടെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഓളിയത്തിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓളിയത്തിന്റെ ഒരു ഉണ്ട്. നിഫ്റ്റി കണ്ട ഇന്നത്തെ ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 563 ആണ്. ഓളിയം ഇല്ല മാർക്കറ്റിൽ. ഈ മാർക്കറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? സ്ട്രക്ചർ ഓപ്പൺ ഓപ്ഷൻ ആണ്. നല്ലതാണ് വിവേകെ. 20 പോലും വേണ്ട നമുക്ക്. ഞാൻ മാക്സിമം എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ പ്രോപ്പിലും എൻ്റെ കാര്യം ടെസ്റ്റബിലൊക്കെ ഞാൻ 15 പോയിന്റ് എടുക്കുമ്പോൾ ഞാൻ പ്രോഫിറ്റ് 3/4 ബുക്ക് ചെയ്തിട്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം റൈഡ് ചെയ്യുള്ളൂ. കാരണം ഈ മാർക്കറ്റിൽ അത്രേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ന് നമുക്ക് 25,900 കോളിന്റെ ബൈ 251 മുകളിലാണ് ബൈ ഉള്ളത്. ആ കോളിന്റെ ബൈ 266 ആണ് ടാർഗറ്റ് ഫസ്റ്റ്. പക്ഷെ എന്നെ സംബന്ധിച്ച് 15 പോയിന്റ് ആണ് ഫസ്റ്റ് ടാർഗറ്റ്. ക്ലിയർ ആകുന്നുണ്ടോ? അതും ഇന്നത്തെ വോളിയം കുറവായതുകൊണ്ട് ലോവർ ക്വാണ്ടിറ്റി എടുക്കാറുള്ളൂ, ഫുൾ ക്വാണ്ടിറ്റി പോകില്ല. കാരണം ഇന്ന് ഓപ്പൺ ഓപ്ഷൻ ആണ്. വോളിയം വളരെ പത്തറ്റിക് ആണ്. അപ്പൊ ആ ദിവസം ഫുൾ ക്വാണ്ടിറ്റി പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു റിപ്പോർട്ട് കാണും. എന്റെ പുതിയ ബാച്ചും കറണ്ട് ബാച്ചിനൊക്കെ ഈ ഒരു റിപ്പോർട്ടായിരിക്കും December 22 കിട്ടാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മുടെ ഡേ പ്ലാൻ കാണും ഫുൾ ആയിട്ടുള്ള. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് സ്ട്രൈക്കിനെ ഫോക്കസ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും എന്ത് കൃത്യമായിട്ട് കാണും. ഈ ന്യൂസ് വരുന്ന സമയത്ത് ബെസ്റ്റ് നിങ്ങൾ റെഫറൻസ് ട്രേഡിന്റെ ഭാഗത്ത് ഡൈവർജൻസ് ക്യാൻഡിൽ ഫോം നോക്കുന്നുണ്ട്. ഒരു ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്ത് ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യാം.
ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുക. ആ ക്യാൻഡിലിനെയൊക്കെ ഒരു വാച്ച് ചെയ്ത് അതിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവേഴ്സ് സ്ട്രാറ്റജീസ് ആക്റ്റീവ് ആവും. അതിന് പ്രൊവൈഡ് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് ഫോക്കസ് ചെയ്യേണ്ടി വരും. സോ മാർക്കറ്റിന്റെ കണ്ടീഷൻ കണ്ടു. മാർക്കറ്റ് ഇപ്പോൾ ഫ്ലാറ്റ് ഓളിയത്തിൽ പോയാണ്. അതാണ് ഫസ്റ്റ് ക്യാൻഡിലിൽ വന്ന ഓളി ഒട്ടുമില്ല, വെറും 3200, അടുത്ത 3400. ഓരോ 15 മിനിറ്റിലെ ഓളിയാണ്. നമുക്ക് നമ്മളെ ബെഞ്ച് മാർക്ക് ഓളി എന്ന് പറഞ്ഞാൽ 6000 ഡോട്ടാണ്. പകുതി ഓളിയാണേ ഉള്ളൂ, ഒട്ടും ഓളിയില്ല. പക്ഷെ അതിനെക്കാട്ടി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് കുറച്ച് ഓളിയം വരുന്നുണ്ട്, നിഫ്റ്റിയെ കാട്ടിയും കൂടുതൽ. ശ്രദ്ധിച്ച ബാങ്ക് നിഫ്റ്റിക്ക് ഹയറിൽ ഇവിടെയും POC, ഇവിടെയും ഹയർ POC. സോ ഫോർമേഷൻ ഇല്ല, ലോക്കൽസിന്റെ പ്ലേ ആണ്, പ്യുവർലി ലോക്കൽസിന്റെ പ്ലേ ആണ്. ലോക്കൽസ് പ്ലേ ആണ് കളിക്കുന്നത് മാർക്കറ്റിൽ. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ക്രൂഡ് ഓയിലിനെയും ഈ ഒരു ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ക്രൂഡിന്റെ റേഞ്ച് ഒട്ടും പൊട്ടിടുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ ക്രൂഡ്? ഗുഡ് മോർണിംഗ്. ഇത് ഗോചാർട്ടിന്റെ OF അല്ല അബ്ദുള്ള, ഇത് എന്റെ സോഫ്റ്റ്വെയർ. ഇപ്പൊ എന്റെ അല്ല, റഷ്യൻ സോഫ്റ്റ്വെയർ ആണ്, അതിന്റെ കസ്റ്റമൈസ്ഡ് വേർഷൻ ആണ്. ഇതിനെ ഞാൻ വർഷങ്ങളോളം ഇരുന്ന് ഇത് കൃത്യമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി എടുത്തതാണ്. ഇതിൽ പല ഇൻഡിക്കേറ്റേഴ്സുകളുണ്ട്, പല അൽഗോരിതം വർക്ക് ആവുന്നുണ്ട്. സോ മാർക്കറ്റിന് പറയത്തക്ക മൂവ് ഒന്നും ഇല്ല, മാർക്കറ്റിൽ പറയത്തക്ക മൂവ്സ് ഒന്നും കാണുന്നില്ല. നോക്കാം മാർക്കറ്റ് എങ്ങനെ പോകും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പൊസിഷൻ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്പ്രെഡ് ആയിട്ട് മാത്രമേ ഈ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഈ ലോവർ വിക്സ് എൻവയോൺമെന്റിൽ സ്പ്രെഡ് ആയിട്ട് മാത്രമേ പോവുള്ളൂ. 10 മണിയായി, RBIയുടെ ഔട്ട്കം വന്നോ? RBI ഔട്ട്കം വന്നോ? RBI ഔട്ട്കം വന്നാ? ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്ലക്ച്വേറ്റിംഗ് ക്യാൻഡിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണും കേട്ടാ, ഒന്നും നോക്കല്ലേ, മര്യാദയ്ക്ക് ഇരിക്കുക. ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈക്കും ഇന്നലത്തെ വാല്യൂ ഏരിയ ലോയ്ക്ക് ഇടയ്ക്കുള്ള മാർക്കറ്റ് കിടന്ന് കളിക്കണത്. ബാങ്ക് നിഫ്റ്റിക്ക് ആയിക്കോട്ടെ, മിഡ് ക്യാപിനായിക്കോട്ടെ, ആ റേഞ്ചാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. RBI ഔട്ട്കം വന്നാ? RBIയുടെ ഔട്ട്കം വന്നാ? എടാ 89 വരെ കൺകറന്റ് വ്യൂ ഉണ്ട് കേട്ടാ. വൈകിമുട്ട മിഡ് ട്രിഗർ ആവോ? RBI കഴിഞ്ഞിട്ട് എടുക്കടാ, ഒന്ന് വെയിറ്റ് ചെയ്. RBI കഴിഞ്ഞിട്ട് എടുക്കടാ, അല്ലെങ്കിൽ അങ്ങോട്ട് അടിച്ച് സ്റ്റോപ്പ് അടിച്ചു കളയും. സോ RBI ഒന്ന് വാച്ച് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്ലക്ച്വേറ്റിംഗ് മൂവ്മെന്റ് ആണ്. ലൈവ് ഇനി വന്നില്ല എന്ന് വെച്ചാൽ അരുൺ കെ എന്താണ് കേട്ടില്ല. പ്രേം ഗുഡ് മോർണിംഗ്. വളരെ മെസ്സേജ് വിട്ടു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഹായ്. മാർക്കറ്റിനൊരു സ്ട്രെങ്ത് ഇല്ലാത്ത പോലത്തെ ഒരു മൂവ്മെന്റ് ആണേ.
നമ്മൾ പറയില്ലേ വെള്ളം ഒടിച്ച് ഇറങ്ങി പോകുമ്പോൾ അവസ്ഥയിലാണ്. ഇന്നലത്തെ ആ റേഞ്ചെങ്കിലും നിഫ്റ്റി പൊട്ടിക്കഴിഞ്ഞാൽ നോക്കാം. അതായത് ഇന്നലത്തെ ഈ റേഞ്ചില്ലേ നിഫ്റ്റി, ഈ ഒരു റേഞ്ച് സൈഡ് എക്സ്റ്റൻഷൻ വന്നതാണ്. പക്ഷെ അത് സ്ട്രോങ് സി ആയിരുന്നു, കാരണം IB എക്സ്റ്റൻഷന്റെ ഫസ്റ്റ് ടാർഗറ്റ് തന്ന സി ആയിരുന്നു. സോ ഈ 26,260 കട്ട് ചെയ്താൽ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയ ഈ ഒരു POC ടെസ്റ്റ് പോസിബിൾ ആണ്. 26,260 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു POC പോസിബിൾ ആയിട്ട് വരും മാർക്കറ്റ്. ഇല്ല, ഈ 26,089 കട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 26,120 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ കട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു POCയിലേക്കും വരാം. ഇപ്പൊ രണ്ട് മീൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പ് ഇവിടെ ഫ്യൂച്ചേഴ്സിൽ ഓപ്പൺ ആണ്. എബൌട്ട് 26,260, 26,344, എബൌട്ട് 2600, ബിലോ 2600, 26,000 ഭാഗത്തേക്ക്. ഇതൊക്കെ സസ്റ്റെയിൻ ചെയ്യണം, അല്ലാതെ ഒരു ക്വിക്ക് ഫ്ലാഷ് വന്നിട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട്, ഇവിടെയും നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും പറയണമെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ടേ കേട്ടോ. നമ്മളെ മാർക്കറ്റ് റേഞ്ച് നിൽക്കുകയാണേ 26,260 മുകളിൽ മാത്രമേ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിക്ക് വോളിയത്തിന്റെ ഒരു കട നേരത്തെ പറഞ്ഞില്ല, ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ വോളിയം കാണുന്നുണ്ട്. പക്ഷേ RBI കഴിഞ്ഞിട്ട് മാത്രം പണിയെടുത്താൽ മതി. രാജേഷ് ഹായ്. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ലൈവ് ഉണ്ട്, വേണമെങ്കിൽ യൂട്യൂബിൽ വരാം കേട്ടോ. കേട്ടോ ഞാൻ പറഞ്ഞത് ആദർശ്? ഓക്കെ. RBI വന്നു. RBI എന്താണ് റേറ്റ്? എത്ര RBIയുടെ? ഫ്ലാറ്റ് ക്യാൻഡിൽ. ഇതൊക്കെ സ്റ്റോപ്പ് ലോസുകളാണ്. ഇതൊക്കെ ഗ്യാപ്സ് ഫില്ല് ചെയ്ത് ജമ്പ് ചെയ്ത് പോയതാണ്. അത് ഓർഡർ ഫ്ലോക്കകത്ത് കാണുന്നതൊക്കെ ജമ്പാണ്. ഇതൊക്കെ ജമ്പാണ്. ഏതാണ്? 25,900 കോൾ ട്രിഗർ ആയല്ലോ. ഫസ്റ്റ് ടാർഗറ്റ് കിട്ടില്ലേ? ഫസ്റ്റ് ടാർഗറ്റ് കിട്ടില്ല. മാർക്കറ്റ് 260 RBI ന്യൂസ് വന്നുണ്ട്. RBI എത്ര റേറ്റ് കിട്ടല്? 25 റേറ്റ് കട്ട് തന്നെയാണ് യൂഷ്വലി പ്രതീക്ഷിച്ച് തന്നെ വന്നിട്ടുള്ളൂ. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യുക. യൂഷ്വൽ വ്യൂ തന്നെ. ഇനി RBIയുടെ വ്യൂ എന്താണെന്ന് നോക്കട്ടെ, അവിടെ എന്താണ് സ്റ്റാൻഡ് എന്ന് നോക്കട്ടെ. യൂഷ്വൽ വ്യൂ ആണ്, വേറെ ഏതെങ്കിലും കട്ടണോ നോക്കണം. എന്റെ ഒരു പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്തോട്ടെ. ഓക്കെ, നിഫ്റ്റി കിട്ടിയില്ലേ ട്രേഡ്? അല്ല, അടുത്ത വീണ്ടും റീ എൻട്രി കിട്ടിയല്ലോ. 251 വന്ന്, ഇപ്പൊ വീണ്ടും വന്നു. പകുതി കൊണ്ട് എടുക്കോ. പത്ത് പോയിന്റ് സ്കാൽപ്പ് ചെയ്യാം. ഒരു ഞാൻ പറഞ്ഞില്ലേ 25,900 കോള് 251 മുകളിൽ 266 ടാർഗറ്റ് എന്ന് പറഞ്ഞ്, അത് ക്വിക്ക് സ്പൈക്ക് വന്നു. സെക്കൻഡ് ടൈം ടാർഗറ്റ് വന്നു. ഇപ്പൊ ആ കോൾ ഇപ്പൊ വേണ്ട, 2-3 പ്രാവശ്യം ആ കോൾ ടാർഗറ്റ് നോക്കണം. ഇങ്ങനെ ഒരു 10 പോയിന്റ് 15 പോയിന്റ് സ്കാൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. മാർക്കറ്റിൽ കുറച്ച് വോളിയംസ് ഉണ്ട്, കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യും. ഇതൊക്കെ ഫിസിക്കലി പറയുന്ന ഒരു ഗ്യാപ്സ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. ഗ്യാപ്സ് മാർക്കറ്റ് ന്യൂസ് വന്ന് പിന്നെ വെയിറ്റ് ചെയ്യുക. 260 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ നിഫ്റ്റി 344 വരെ പോവാം. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ സ്ട്രോങ് ക്യാൻഡിൽ അല്ല. ദിസ് ഈസ് എന്നെ സംബന്ധിച്ച് ഒരു വീക്ക് ക്യാൻഡിലാണ്. കാരണം POC ഏറ്റവും മണ്ടയിലാണ്. ഈ ഒരു ക്യാൻഡിൽ എപ്പോഴും ദിസ് റെസ്പോൺസീവ് ബൈയിങ്, ഇതൊരു RS റെസ്പോൺസീവ് സെല്ലിംഗ് ക്യാൻഡിലാണ്. RS ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാൻഡിലെ ഗ്രീൻ ക്യാൻഡിൽ POC മണ്ടയിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സെല്ലിംഗ് ക്യാൻഡിൽ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ബൈയിങ് ആയിട്ട് കണക്കാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ബൈയിങ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ ആയിരിക്കണം POC, അല്ലെങ്കിൽ ഓവർ സ്ട്രക്ചറിലെ ഭാഗത്തായിരിക്കണം.
സോ ഈ വോളിയം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റിംഗ് വരുന്ന മാർക്കറ്റിൽ, ഹൈ ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റ്. ഗുഡ് ഷെഫർ, നല്ലത്. മാർക്കറ്റിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ഒന്നുമില്ല. ഇറ്റ്സ് എ ഫ്ലാറ്റ് മാർക്കറ്റ്. മിഡ് നോക്കിക്കഴിഞ്ഞാൽ മിഡിലും ഒരു മാറ്റമില്ല. ആകെപ്പാടെ എന്തെങ്കിലും മൂവ്മെന്റ് കാണിച്ചിട്ടുള്ളത് നിഫ്റ്റി മാത്രമേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി നല്ല മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. പത്ത് പോയിന്റ് സ്കാൽപ്പ് ചെയ്യാതെ വലിയ പോയിന്റ് പ്രതീക്ഷിക്കല്. ഇതിനാണ് 250 കിടത്തുന്നുണ്ടാ? അല്ല വെയിറ്റ്, അത് പിന്നെ ചെയ്യാം. എത്ര കിടത്ത്? ഞാൻ പറയാം, പിന്നെ ചെയ്യാം. വെയിറ്റ്. ഇതിനെ 250 എടുത്താ നീ? അത് 250 എടുത്താ? 250 എടുത്താ? അല്ല, കോൾ എത്ര കിട്ടുന്നു? മാർക്കറ്റിൽ മൂവ്മെന്റ് കുറവാണ്. ഈ ഒരു ക്യാൻഡിൽ മൂവ്മെന്റ് വന്നു. മൂവ്മെന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു. 260 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. കണ്ട POC അവിടെ തന്നെ 260 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മൂവ്മെന്റ് ഒരു നല്ല രീതിയിൽ മൂവ്മെന്റ് ഉള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് പ്രീമിയം ഈറ്റിംഗിലേക്ക് വരും. സോ വലിയ മൂവ്മെന്റ് ഒന്നും മാർക്കറ്റിൽ ഇല്ല കേട്ടോ. പ്രീമിയം ഒക്കെ അവിടെ തന്നെ കിടന്ന് കളിക്കുകയാണ്. പുട്ടിന്റെ പ്രീമിയം വളരെ ഡ്രൈ ആയിട്ടുണ്ട്. കോളിന്റെ പ്രീമിയം വളരെ കൂടിയിട്ടുണ്ട്. നമ്മൾ 10-15 പോയിന്റ് ഇവിടെ ലൈവിൽ എടുത്തു, അടിച്ചാളി. എത്ര കിട്ടിയടാ? 11 കിട്ടിയില്ലേ? മതി, ഇതായിട്ട് നമുക്ക് പിന്നെ ഫുൾ ക്വാണ്ടിറ്റി പോവാം. മാർക്കറ്റ് ഇല്ല ഇത് അങ്ങോട്ട്. ഇനി ഇപ്പൊ ഇല്ല. ഇനി 10 മണിക്ക് അയാൾ സംസാരിക്കാൻ വരും. ഇനി അയാൾ വന്ന് സംസാരിക്കുമ്പോൾ എന്ത് പറയണമെന്ന് മാർക്കറ്റിന് അറിയാൻ പറ്റില്ല. ഗ്യാപ്പ് നല്ല താഴേക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട് നിഫ്റ്റിക്ക്. ഇതിനെ നീ അത് 252 കൊടുക്ക. ഇതിനെ അത് നീ എടുത്ത് വളരെ ലേറ്റ് എൻട്രി ആണ്. അല്ലല്ല, നീ 2 പ്രാവശ്യം 251 അത് 260 വരെ 2-3 പ്രാവശ്യം പോയി. അതിനുശേഷം 4ാമത്തെ പ്രാവശ്യം എടുത്തത്. ഞാൻ ചേട്ടൻ നോക്കിയാണ് 4ാമത്തെ പ്രാവശ്യം എടുത്തത്. കാരണം ആ ഓപ്ഷൻ ശ്രദ്ധിച്ച, ആ ഓപ്ഷനിൽ 5.6 പോയിന്റ് ഗ്യാപ്പ് കാണുന്നുണ്ട്. എടാ വെയിറ്റ് ചെയ്താൽ നല്ല കിടല എൻട്രി ഉച്ചയ്ക്ക് ശേഷം, നല്ല ട്രേഡ് ഉച്ചയ്ക്ക് ശേഷം കിട്ടും. ഈ ഒരു ലെവലിൽ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഇടയ്ക്ക് ഞാനിവിടെ ഡിസ്കസ് ചെയ്യും. കാരണം നമ്മളിവിടെ പൊസിഷൻസ് എടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് ട്രേഡ് ചെയ്യണമല്ലോ, എൻ്റെ ട്രേഡ് കൂടെ നടക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഡിസ്കഷൻ അതിൻ്റെ കൂടെ ഉണ്ട്. എടാ അരുണേ, ഒരു 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം.
മാർക്കറ്റ് സെയിം റേഞ്ച് ആണ്, വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ വരുന്നത് എതിരാണ്, ചോദിച്ചവർക്ക് വേണ്ടി വരുന്നുണ്ട്. സ്പോട്ട് ചാർട്ട് കാണിക്കാൻ നിർബന്ധം ഉണ്ട്, സ്പോട്ടിന്റെ ലൈവ് പോവാന്ന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഫ്യൂച്ചറാണ്. ഒരാൾക്ക് സംശയം AV കുട്ടൻ കുട്ട്സേരിൽ ഞാനാണെങ്കിൽ ലൈവ് വരുന്നില്ല, കാര്യം കഴിഞ്ഞില്ലേ. 252 സെല്ലിട്ട് ഉണ്ടോ എല്ലാവരും? ജിതിന്റെ എത്രയ്ക്കടാ? 500 രൂപയാ. ഗുഡ് ബോയ്, ലേറ്റ് എൻട്രി ബട്ട് പ്രോഫിറ്റ്. എടാ ഈ 2616 ഈ ക്യാൻഡിൽ ഇല്ലേ, ഇതിന്റെ ഹൈ ലോയും മാർക്ക് ചെയ്യണേ. ഇതിന് മുകളിൽ നല്ല ഹെവി മൂവ്മെന്റ് കിട്ടും. എല്ലാവരും കേട്ടോളൂ, ഈ ക്യാൻഡിൽ നിഫ്റ്റിയുടെ ഈ 26267 ഹൈയും 26163 ലോയും ഇത് രണ്ടും മാറ്റി ചെയ്യുക. ഇതാണ് RBI ക്യാൻഡിൽ എന്ന് പറയും. ഇന്ന് ന്യൂസ് വന്ന സമയത്തുള്ള ഒരു ക്യാൻഡിലാണ്. ഈ RBI ക്യാൻഡിലിന്റെ ഹയർ ലോവർ സ്ട്രക്ചറിലുള്ള മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഒരു ട്രെൻഡിങ് മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. ഗുഡ് ഷഫീർ, 15 പോയിന്റ് ഗുഡാണ് 10 ലോട്ടിൽ. ഇത് 15 മിനിറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഗോ ചാർട്ടിങ്ങിന്റെ ചാർട്ടിൽ 15 മിനിറ്റ്സ് 5 മിനിറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇതിനകത്ത് 15 മിനിറ്റ്സ് ആണ്, 5 മിനിറ്റ്സ് ആക്കാം. ഗോ ചാർട്ടിങ് 5 മിനിറ്റ്സ് യൂസ് ചെയ്ത് നോക്കുന്നു, ഫോക്കസ് ചെയ്യുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഇവിടെ എടുക്കാം, 5 മിനിറ്റ്സ് ആക്കാം. ഈ 26265 270 മുകളിൽ നല്ലൊരു മൂവ്മെന്റ് വരും. 26344 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും RBIയുടെ ന്യൂസ് വരുന്ന ക്യാൻഡിലിന്റെ ലോയും ഹൈയും മാർക്ക് ചെയ്ത് വെക്കുക. അത് ന്യൂസ് ആണ്. RBIയുടെ എന്ന് പറഞ്ഞാൽ 2 monthsന്റെ വരുന്നതല്ലേ. ആ എന്ത് ഈവന്റ് വരുന്ന ദിവസം തന്നെ ഫസ്റ്റ് ആ ഈവന്റിന്റെ ക്യാൻഡിലിന്റെ 15 മിനിറ്റ് ക്യാൻഡിലിന് ഹൈ ലോയും മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ സസ്റ്റൈനിങ് മുകളിലാണോ താഴെയാണോ നോക്കിയിട്ട് ഓപ്ഷൻ നോക്കുക. അത് എപ്പോഴും നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് ആൻ RBI ക്യാൻഡിൽ ഫോർ മീ, ന്യൂസ് വന്നത് ഇപ്പൊ അതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ 15 മിനിറ്റ് ക്യാൻഡിൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഇതെല്ലാം ബൈയിങ് വന്ന ക്യാൻഡിലാണ്, റെസ്പോൺസീവ് ബൈയിങ് അല്ല, ഇനിഷ്യേറ്റീവ് ബൈയിങ് വന്ന ക്യാൻഡിലാണ്. പക്ഷേ ആസ് പെർ ദ POC ഇത് റെസ്പോൺസീവ് സെല്ലിംഗ് ക്യാൻഡിലാണ്. ബട്ട് ഇതിന് ബൈയിങ് ക്യാൻഡിലാണ്. ലോവർ സ്ട്രക്ചറിൽ ഈ ക്യാൻഡിൽ ബൈയിങ് ഉണ്ട്. സോ 26,160 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാണെങ്കിൽ ഒരു ചെറിയൊരു റിവേഴ്സൽ റാലി പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഹൈ മാർക്ക് ചെയ്ത് വെക്കുക 26267. ഇതിന് മുകളിൽ മാർക്കറ്റ് പറക്കും. എടാ മിഡ് നോക്കിക്കോണേ കേട്ടാ. ഇപ്പൊ ഒന്ന് മാർക്കറ്റ് ശാന്തമായതുപോലെയാണ് ബിഹേവ് ചെയ്യണത്. ഓട്ടോമാറ്റിക് ഒരു ശാന്തതയൊക്കെ മാർക്കറ്റിന് വന്നിട്ടുണ്ട്. ഇനി RBIയുടെ മറ്റേ നമ്മളെ പുള്ളിക്കാരന്റെ പേരെന്താണ്, RBI ചീഫ് സംസാരിക്കുന്ന സമയത്തുള്ള അവരുടെ ഔട്ട്കം എങ്ങനെയാണ് മാർക്കറ്റിൽ കൊടുക്കുന്നത്, അതനുസരിച്ച് മാർക്കറ്റ് ബിഹേവ് ചെയ്യും. ഡെൽറ്റ ബിൽഡപ്പ് ഉണ്ട് മാർക്കറ്റിൽ, നല്ല വോളിയം ബിൽഡപ്പ് ഉള്ള ഡെൽറ്റ ബിൽഡപ്പ് ഉണ്ട് മാർക്കറ്റിൽ. പിന്നെ വോളിയം പെർ സെക്കൻഡ് നിങ്ങൾ നോക്കി RBI ക്യാൻഡിൽ, ഇതാണ് RBI ക്യാൻഡിൽ. ഇതിന്റെ വോളിയം പെർ സെക്കൻഡ് എൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് വോളിയം പെർ സെക്കൻഡ് എന്ന് പറയും. അതായത് ഒരു യൂഷ്വൽ വോളിയം എന്ന് പറഞ്ഞാൽ 1.4 2.7 ഒക്കെ വരുന്ന സാധനത്ത് ഈ വോളിയം പെർ സെക്കൻഡ് 15.3 ആണ്. ദാറ്റ് മീൻസ് 4 ഇരട്ടി വോളിയം ഉണ്ട്. അടുത്ത ഈ ക്യാൻഡിൽ 12.5 ഉണ്ട് കണ്ടോ. അടുത്ത ക്യാൻഡിൽ വീണ്ടും വോളിയം പെർ സെക്കൻഡ് 3.6 ആയി. സ്റ്റിൽ ഇറ്റ് ഈസ് എബോവ് ദ ആവറേജ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വോളിയം ബിൽഡപ്പ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി കണ്ട ഇതുവരെ 3.6, പക്ഷെ ബാങ്ക് നിഫ്റ്റി ഫ്രം ദ മോർണിംഗ് ഈ 9:50 തൊട്ട് 4.8 ഉണ്ടായിരുന്നു വോളിയം പെർ സെക്കൻഡ്. അത് കയറി 4.2 3.6 14 ആയി, 14.9 ആയി, 5 ആയി, 8 ആയി. സോ ബാങ്ക് നിഫ്റ്റിക്ക് വോളിയം ബെനിഫിറ്റ് ആവുന്നുണ്ട്. നിഫ്റ്റി കയറുന്നുണ്ട് കേട്ടോ. നിഫ്റ്റി ഈസ് മൂവിങ്. നിഫ്റ്റി 26,344 പോക്കാണ്. നിഫ്റ്റി 26,344 പോക്കാണ്.
സോ RBI ഡേയുടെ ഹാൻഡിലും ഫോക്കസ് ചെയ്യുക, ട്രേഡ് ചെയ്യുക. റിവേഴ്സിൽ നോക്കിയിട്ട് കാര്യമില്ല മാർക്കറ്റില്. ലോഗൻ ഗുഡ് ട്രേഡ്, നല്ലത്. ഇതിനിടയ്ക്ക് ജെയിംസ് ക്യാൻഡിൽ എടുക്കാൻ പറ്റുന്നതാണോ? ഇതൊരു ജെയിംസ് ക്യാൻഡിലാണ്. ഇതൊരു ജെയിംസ് ക്യാൻഡിലാണ്. നോക്കാം. ഇതൊരു ജെയിംസ് ക്യാൻഡിലാണ്. RBI ക്യാൻഡിലാണ്, പക്ഷെ അതിനെ തട്ടിയത് മാറ്റി വെച്ചേക്കുക. അതിന് ഇപ്പം വരുന്ന ജെയിംസ് ക്യാൻഡിൽ ഫോളോ ചെയ്യാം കേട്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഇവിടം വരെ. അറ്റ്ലീസ്റ്റ് ടിൽ ദിസ് ഏരിയ 194 ടെസ്റ്റ് കിട്ടിയ നല്ലതായിരിക്കും. ഇതുപോലെ സി പീരീഡ് ആണ്. സി സൈഡ് എക്സ്റ്റൻഷന് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. സി പീരീഡിൽ സി എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് പീരീഡ് എന്നെ സംബന്ധിച്ച്. അതിപ്പോൾ ടാർഗറ്റ് തന്നായിക്കോട്ടെ തരാത്തായിക്കോട്ടെ, ഐ വിൽ വാച്ച്. ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് മുമ്പ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. ഡിസംബർ മാസത്തെ നമ്മുടെ എന്താണ് 25,900 ഈ വീക്കിന്റെ കോള് 251 മുകളിൽ എൻട്രി, 266 ഫസ്റ്റ് ടാർഗറ്റ്, 285 സെക്കൻഡ് ടാർഗറ്റ്. അതിപ്പം 283 ആയി. 285 ഓൾമോസ്റ്റ് അടിച്ചു. അതായത് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ആയി. 260ക്ക് മുകളിൽ നിഫ്റ്റി 285 ആയി. ഓപ്ഷൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. റാമ അതൊന്ന് മ്യൂട്ട് ചെയ്യോ? സോ ചെറുത് ഹാങ് ആയല്ലേ? ഹാങ് ആവും. നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ട്രേഡ് കിട്ടി നമുക്ക്. എടാ 25,900 കോൾ ഡിപ്പ് ബൈങ് എടുക്കാം കേട്ടാ. നിങ്ങൾക്ക് കോൾസ് ഉണ്ടല്ലോ. നിങ്ങളെല്ലാം മറ്റേ കോൾ എടുക്കല്ലേ? അത് സെല്ലിട്ട് വെച്ച്. എടാ ഈ കോളിന്റെ ബൈ ലോവർ സ്ട്രക്ചർ എത്ര വന്നു? 185 വന്നാ? അത് എനിക്ക് മറ്റേമാര് ബൈ അയച്ചടാ. 188 ബൈ. എടാ 188 ബൈ അയച്ചേക്കും കാലത്തെ. നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ടോപ്പ് പ്രോപ്പ് ഫേം ഈ 25,900 കോള് 190ക്ക് ബൈ എടുത്തു. നീ മെസ്സേജ് അയച്ചു ദേ ആർ ഗോയിങ് ടു ടേക്ക് എ ബൈ എന്ന്. അത് 182 ലോ വന്നു. ഇപ്പൊ അത് 280 ആയി. 100 പോയിന്റ്സ് അവരെടുത്ത് ഹാച്ചറി. ഇങ്ങനെയാണ് ബിഗർ പ്ലെയേഴ്സ് മാർക്കറ്റിൽ, പ്രത്യേകിച്ച് പ്രോപ്പ് ഫേംസ് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കണം. ആൾക്കാർ വിറ്റ ആ ഒരു പാനിക്കിൽ അവർ പൊസിഷൻ ലോഡ് ചെയ്തു. XAI USD വെച്ച് ഞാൻ MCXലാണ് ചെയ്യുന്നത്. ഞാൻ ഓപ്ഷൻ ബയറാണ്, സെല്ലർ അല്ല. ഇറ്റ് ഗുഡ് ട്രേഡ്. ആ കോള് താഴെ വരുമ്പോൾ നോക്കാമേ. നിഫ്റ്റിയെ സംബന്ധിച്ച് 26,344 ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ്. 26,340 നമുക്ക് മാത്രമല്ലേ ഉള്ളൂ. എന്തായാലും ഞാൻ പ്രോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞ എനിക്ക് പ്രോപ്പിന്റെ പേം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ.
26,344 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ പുതിയ ഹൈ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. ആ നമ്പർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, 26,344. അതിന് മുകളിൽ ക്ലോസിംഗ് വരികയാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു മൂവ്മെന്റ് മാർക്കറ്റിൽ വരും. ഞാൻ ഇനി ഡിപ്പിലേ നോക്കുന്നുള്ളൂ, എല്ലാ ആംഗിളും 344 കട്ട് ചെയ്യുമ്പോൾ. ഈ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ച് ഒരു അൽഗോരിതം സെറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഇതൊരു ബിഹേവിയർ അനാലിസിസ് ആണ് പറയുന്നത്, ഒരു മാർക്കറ്റിന്റെ സ്ട്രക്ചറിന്റെ ബിഹേവിയർ. സോ ഈ ബിഹേവിയർ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ സിസ്റ്റം, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇന്ന് ഈ ഒരു സെറ്റപ്പ് ബൈ ആണെങ്കിൽ നാളെ ഇതേ സെറ്റപ്പ് നമ്മൾ കോളിൽ ഇത് ഞാൻ ബൈ എടുക്കില്ല ഈ ഓപ്ഷൻ, ചില ഈ പ്രൈസ് ആണെങ്കിൽ. അപ്പൊ ഓരോ ദിവസത്തെയും മാർക്കറ്റിന്റെ കണ്ടീഷൻ വെച്ച് ഈ സെറ്റപ്സ് റിവേഴ്സ് ആവുന്നത് കൊണ്ട് നമുക്കൊരു അൽഗോരിതം സെറ്റ് ചെയ്യാൻ പറ്റില്ല. എടാ ഞാൻ വിളിക്കാടാ, ഞാൻ യൂട്യൂബിൽ ലൈവാണ്, ഞാൻ വിളിക്കാതെ കഴിഞ്ഞിട്ട്. എടാ ഹലോ, സോ മാർക്കറ്റ് ഒരു ഈ ന്യൂസ് ഒന്ന് ദഹിക്കട്ടെ മാർക്കറ്റിനെ സംബന്ധിച്ച്. ദാറ്റ്സ് എ ഗുഡ് ട്രേഡ്. ഇല്ല, സ്റ്റോപ്പ്. സോ എനിക്കൊരു 10 മിനിറ്റ് സമയം തരിക, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് വരാം. മെന്റർഷിപ്പിന്റെ ടൈം പീരീഡ് 6 months ആണ് ആനന്ദേ. അത് ജെയിംസ് കാൻഡൽ എന്ന് പറഞ്ഞാൽ അത് ഞാൻ കണ്ടുപിടിച്ച ട്രേഡ് സെറ്റപ്പ് ആണ്. അത് ഇൻക്ലൂഡിങ് ഫോർ മൈ മെന്ററിംഗ് ബാച്ചിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ട്രേഡ് സെറ്റപ്പ് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ കൂടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ സ്കാൽപ്പിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. 163 ആണ് എൻ്റെ ഡിപ്പ് പ്രൈസ്, ഇല്ല എങ്കിൽ 190 പ്രൈസ്. അറ്റ്ലീസ്റ്റ് ടു ദ VWAP 190 220 ആണ് ഒരു ബെസ്റ്റ് എൻട്രി. സോ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു തള്ളി കയറ്റമില്ലേ, അതൊക്കെ മാർക്കറ്റിൽ ഇപ്പം സ്റ്റോപ്പ് ആയെന്ന് തോന്നുന്നു. നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് പ്രകാരമുള്ള ട്രേഡ് സെറ്റപ്പ് കിട്ടിയല്ലോ. ഇല്ല 260 മുകളിലെ ട്രേഡ് സെറ്റപ്പ് ട്രിഗർ ആയതേ ഉള്ളൂ. 290 വരെ പോയുള്ളൂ. 285 280 വരെ പോയുള്ളൂ, ട്രിഗർ ആയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി നമ്മൾ ബുള്ളിഷ് റെഫർ പ്രകാരമുള്ള ട്രിഗർ അതും ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ടില്ല. 60 ചുരുക്കി പറഞ്ഞാൽ ചെറിയൊരു അപ്വേർഡ് മൂവ്മെന്റ് വന്നിട്ടുള്ളൂ മാർക്കറ്റിൽ. ഞാനൊരു 10 മിനിറ്റ്സ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് വേഗം വരാം. ഓഫ്ലൈൻ മെന്റർഷിപ്പ് ഇല്ല, ഓൺലൈൻ മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഇവിടെ ഒരു പ്രോപ്പ് റണ്ണിങ് ഉണ്ട്. പ്രോപ്പ് ബുൾജിൻ ഗ്രേറ്റ് എൻട്രി, ഗുഡ്, കൺഗ്രാറ്റ്സ്. ഇതായിരിക്കണം ട്രേഡിങ്. അശ്വിനെ ഒന്ന് അത് പ്യൂർലി മാർക്കറ്റ് പ്രൊഫൈൽ വാട്ടർ ഫ്ലോയും വെച്ചുള്ള ട്രേഡ് സെറ്റപ്പ് ആണ്. പിന്നെ ട്രേഡിന്റെ സ്ട്രാറ്റജീസ് ഉണ്ട്, മാർക്കറ്റിന്റെ നേച്ചറിനെ നോക്കിയുള്ള ട്രേഡ് സെറ്റപ്പ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ കോഴ്സിന്റെ ഫീസ്, അതായത് നിങ്ങളെ സംബന്ധിച്ച് പലരും ചോദിക്കും സാറേ കോഴ്സിന്റെ ഫീസ് എങ്ങനെ റിക്കവർ ചെയ്യും, മാർക്കറ്റ് ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ട്രേഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ട്രേഡ് ചെയ്യേണ്ട, ഞാൻ നിങ്ങൾക്ക് MCXന്റെ കോൾ പ്രൊവൈഡ് ചെയ്യും. MCXൽ ഞാൻ എടുക്കുന്ന കോൾസ്, എൻ്റെ കോൾസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസിന് റിക്കവർ ചെയ്യാം. ട്രേഡ് സെറ്റപ്സിന് വേണ്ടി മാത്രം അങ്ങനെയുള്ള ട്രേഡ് സെറ്റപ്പ് നമുക്കുണ്ട്. ആ ട്രേഡ് സെറ്റപ്പിന് വേണ്ടി മാത്രമേ പൊസിഷൻസ് ഇപ്പം ക്യാരി ചെയ്യാറുള്ളൂ. ക്യാരി ചെയ്യുമ്പോഴും സ്പ്രെഡ് ആയിട്ട് മാത്രമേ ക്യാരി ചെയ്യാറുള്ളൂ.
എനിക്കൊരു 10 മിനിറ്റ്സ് ടീ ബ്രേക്ക് അറിയാം, ഞാൻ ഒന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം, വിശക്കുന്നു. 10 മിനിറ്റ്സ്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ അയച്ചല്ലോ 8129387138, ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നല്ലതാ അർജ്, കിടില്ല. സ്കാൽപ്പാണ് നല്ലത് ഈ മാർക്കറ്റിൽ. സ്കാൽപ്പ് ചെയ്യുക പോകും. ട്രെൻഡിങ് സ്ട്രക്ചർ വരുമ്പോൾ മാർക്കറ്റിൽ നിങ്ങളടുത്ത് പറയും ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഔട്ട്, എന്നെ ഇവിടെ പിടിച്ചോടാ, അല്ലെങ്കിൽ ഇവിടെ പിടിച്ചോ, ഞാൻ ബ്രേക്ക് ഔട്ട് വരാൻ വേണ്ടി ഇതാണ് എന്റെ ടാർഗറ്റ് എന്ന് മാർക്കറ്റ് തന്നെ പറയും. സോഫാർ മാർക്കറ്റ് അങ്ങനെ ഒരു സ്ട്രക്ചർ പറയുന്നില്ല. അല്ല, ട്രേഡ് ചെയ്യാൻ ക്യാപിറ്റലിന്റെ ആവശ്യമില്ല, നിങ്ങൾ ആദ്യം പഠിക്കണം. നിങ്ങളിപ്പോ ഒരു കോഴ്സ് ചെയ്യാൻ പോണ സമയത്ത് നിങ്ങളത് കോഴ്സ് ചെയ്യുമ്പോൾ ആലോചിക്കുന്നു ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര ലക്ഷം ശമ്പളം, 50 ലക്ഷം ശമ്പളം കിട്ടും, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ പഠിച്ച് നിങ്ങൾ പാസ്സാവുന്നത് പോലെ ആയിരിക്കില്ല അതിന്റെ റിസൾട്ട്. അതേപോലെ ഇതൊരു സിസ്റ്റമാറ്റിക്, നിങ്ങളൊരു സിസ്റ്റം പഠിക്കുകയാണ്, ഒരു പ്രൊഫഷണൽ രീതിക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾ ആ ഒരു സിസ്റ്റത്തെ, അതായത് നിങ്ങൾക്കൊരു, ഞാൻ എപ്പോഴും പറയാം, ട്രേഡിങ്ങിൽ ഈ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം കാണാൻ പാടില്ല. 1 രൂപയുടെ കോൾ ഓപ്ഷൻ 100 രൂപ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രേഡ് സിസ്റ്റം ഒന്നും മാർക്കറ്റിലില്ല. യു ഡോണ്ട് അങ്ങനെ കാണല്ലേ. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്ത് ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യാൻ നോക്കുക. ഓവർ ദ പീരീഡ് ഓഫ് ടൈം ചില സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഒരു പൊസിഷൻ നല്ല മൾട്ടി ബാഗർ ആയിപ്പോ. 10 രൂപയ്ക്ക് എടുക്കുന്ന പൊസിഷൻ 100 രൂപ ആകാം, 100 രൂപയ്ക്ക് എടുക്കുന്ന പൊസിഷൻ 1500 രൂപ, 600 രൂപ ആകാം. അതൊക്കെ മാർക്കറ്റ് വിൽ ഗീവ്. MCXന്റെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10, 40, 50 രൂപ കയ്യിൽ വെച്ചേക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ലോട്ടെങ്കിലും ചെയ്യണ്ടേ, ഒരു 50 വെച്ചേക്കാം. POC VWAPന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരുന്നുണ്ടോ? ആ ഒരു തള്ളിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇനി മാർക്കറ്റ് ഇവിടെ കിടന്ന് കളിക്കും. സോ സീസൈഡ് എപ്പോഴും ഓർത്തുള്ള സി വിൽ ചീറ്റ്. ഞാൻ പറഞ്ഞു ഈ പൊസിഷനിൽ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. എന്താ കണ്ടോ, സി സൈഡാണ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തത്. നിഫ്റ്റിക്കായാലും ബാങ്ക് നിഫ്റ്റിക്കായാലും സി സൈഡാണ് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തത്. കണ്ടോ, സി സൈഡാണ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നുണ്ടോ, തിരിച്ചു വന്നുണ്ടോ മാർക്കറ്റ് താഴേക്ക്. അതേപോലെ സി സൈഡാണ് നിഫ്റ്റി ബ്രേക്ക് ചെയ്തത്. കണ്ടോ, തിരിച്ച് BOCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു. അതാണ് പറഞ്ഞത്, ഈ സി പീരീഡിൽ നിങ്ങൾ ഒരിക്കലും ട്രേഡ് പൊസിഷൻ ബ്രേക്ക് ഔട്ട് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചതാണ്. സി ഓൾ ചീറ്റിംഗ്.